എല്ലാവർക്കും അന്നാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. മുട്ട ബജിയും അതിന് വേണ്ട നാടൻ സ്പെഷ്യൽ ചമ്മന്തിയും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി 1 കപ്പ് കടലമാവ്, 4 മുട്ട, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ സവാള മുഴുവനായി അരിഞ്ഞത്, 1.5 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ബേക്കിംഗ് സോഡ, ഒരു കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്കിവിടെ ഏത് എണ്ണ വേണേലും എടുക്കാം, പക്ഷേ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും നേരത്തെ എടുത്തു വെച്ചിരുന്ന മിക്സിലേക്ക് ഈ മുട്ടയൊന്ന് മുക്കി നമ്മളുടെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ടൊന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി വയ്ക്കാം.
ഇനി നമുക്ക് ഈ മുട്ട ബജിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 സ്പൂൺ മുളക് പൊടി, ഒരു വലിയ സബോള, ഒരു തണ്ട് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും 3 അല്ലി വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഈ കൂട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ട ബജിയും ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം ഈ ചമ്മന്തി നമുക്ക് ഈ മുട്ട ബജിയുടെ മാത്രമല്ല, നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ട്രൈ ചെയ്യണം. ഒപ്പം ഈ മുട്ട ബജിയും ട്രൈ ചെയ്ത് നമുക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇടണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ട ബജിയും ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.